ഏറ്റവും കൂടുതൽ റേറ്റ് പരിഷ്കരണം വഴി ശരാശരി ഒരു വർഷം 8,000 കോടിയുടെ നഷ്ടം കേരളത്തിനുണ്ടാവുമെന്നാണ് സർ കണക്കാക്കിയിരിക്കുന്നത്. 8,000 കോടിയുടെ കണക്കാണ് നമ്മൾ ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്റ്റഡി നടത്തിയിട്ട് പറഞ്ഞേക്കുന്നത്. ആ നഷ്ടം വരുന്നത് നമ്മളെ നല്ലപോലെ ബാധിക്കും സർ. ശ്രീ കെ ബാബു നെന്മാറ. സാർ, നാട്ടിൻപുറങ്ങളിലെ ഉത്സവപ്പറമ്പുകളിൽ പോക്കറ്റടിക്കാരൻ്റെ റോളാണ് സാർ ഇപ്പോൾ UDF-നുള്ളത്. പോക്കറ്റടിച്ച പണവുമായി മുങ്ങുന്ന ആ പോക്കറ്റടിക്കാരനെ പോലെ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിൻ്റെ സ്വർണം കട്ടവന് ആ കാട്ടുവെള്ളന്മാർക്ക് കഞ്ഞിവെച്ച UDF-ആണ് ഇപ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ LDF-നെ നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്നത്. അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് സാർ. സാർ, എൻ്റെ ചോദ്യത്തിന് മുൻപ് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. നികുതി പിരിക്കുന്നവർക്കും നികുതി കൃത്യമായി കൊടുക്കുന്നവർക്കും സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സമ്പത്ത് മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, GST നിരക്കുകൾ പരിഷ്കരിക്കാനുള്ള അധികാരം ഏതു സമിതിക്കാണെന്നും ഈ അധികാരത്തിന്മേൽ കേന്ദ്ര സർക്കാർ കടന്നുകയറ്റം നടത്തുന്നുണ്ടോ എന്നും വ്യക്തമാക്കാമോ? അതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, GST നിരക്ക് വന്നതോടുകൂടി ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഫ്രീഡവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സാർ. ആകെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സമയത്ത് തന്നെ വലിയ ചർച്ച നടന്നിരുന്നു. അന്ന് GST വരുന്ന ടാക്സിന്റെ കാര്യത്തിൽ സെയിൽ ടാക്സ് എന്ന അവകാശം കൂടി കേന്ദ്രം എടുക്കണമെന്ന് അന്ന് ചർച്ച വന്നിരുന്നു. വളരെ പ്രമുഖരായ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് ബഹുമാനായ ശ്രീ അംബേദ്കർ പറഞ്ഞു, ആകെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം ഈ ടാക്സ് മാത്രമാണ്, സെയിൽ ടാക്സ് ആണ്. അതർവൈസ് ദർ ഇസ് നോ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇത് പറഞ്ഞിട്ടാണ് അന്ന് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സെയിൽ ടാക്സും അത്തരം ടാക്സുകൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഉണ്ടായിരുന്നത്. ഇൻകം ടാക്സും കസ്റ്റംസും ഒക്കെ സെൻട്രലിലാണ്. സാർ, ആ സമ്പ്രദായം കൂടി കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത്, ഈ GST കൊണ്ടുവരാനുള്ള ചർച്ച. പ്രതിപക്ഷ ബഹളത്തിനിടയിലും നിയമസഭാ സമ്മേളനവും ചോദ്യോത്തരവേളയും ഒക്കെ പുരോഗമിക്കുകയാണ്.